ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ കണ്ണൂർ ഭാഗത്തുള്ള ഏച്ചൂർ റോട്ടിലാണുള്ളത് കേട്ടോ. ഏച്ചൂർ നളന്ദ കോളേജിൻ്റെ ഒക്കെ പരിസരത്തുള്ള ആ ഒരു റോട്ടിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മളിൽ ഓരോ ആൾക്കാരും അല്ലേ. അപ്പോൾ വാഹനം ഉപയോഗിക്കുമ്പോൾ നമ്മൾ മെയിൻ റോഡിലൊക്കെ എങ്ങനെ വാഹനം ഉപയോഗിക്കണമെന്നും, അല്ലെങ്കിൽ നമുക്കിപ്പോൾ അറിയാം നിരവധി ട്രാഫിക് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണമെന്നുള്ള വീഡിയോ ആണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് നമ്മുടെ വീഡിയോയിലോട്ട് വിട്ടാലോ. നമ്മൾ വാഹനം ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ നിർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ വ്യക്തമായ രീതിയിൽ തന്നെ നമ്മൾ റോഡിൻ്റെ മറുവശം, അതായത് മറുവശത്ത് നമുക്ക് സ്പേസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിച്ചിട്ട് മാത്രമേ നമ്മൾ വാഹനം നിർത്താവൂ. അപ്പോൾ ഇതുപോലുള്ള ലൈനുകൾ നമ്മൾ പല സമയത്തും നമ്മൾ റോഡിൽ കണ്ടിട്ടുണ്ടാവും, വൈറ്റ് കളറിലുള്ള ലൈനുകൾ. നമ്മളെപ്പോഴും വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം നമ്മുടെ ഇടതുവശം ചേർന്ന് മാത്രം നമ്മൾ വണ്ടി ഓടിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. നമ്മൾ വലതുവശമാണ് നമ്മൾ അധികമായി ചേർന്ന് ഓടിക്കുന്നതെങ്കിൽ നമ്മുടെ നാട്ടിലെ റോഡ് സംബന്ധിച്ചിടത്തോളം, അതായത് നമ്മുടെ കേരളത്തിലെ റോഡ് സംബന്ധിച്ചിടത്തോളം വലിയ സ്പേസ് ഇല്ലാത്ത റോഡാണ്. അത്തരത്തിൽ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മുടെ എതിരായിട്ട് വരുന്ന വാഹനം വലിയൊരു വാഹനമായിരിക്കാം. അപ്പോൾ ആ വാഹനത്തിന് തീരെ നമുക്ക് സൈഡ് കൊടുക്കാനായിട്ടില്ലെങ്കിൽ നമ്മുടെ വാഹനത്തിനെ ഇടിക്കുകയോ അല്ലെങ്കിൽ ഒരയുന്ന പോലുള്ള പല പ്രശ്നങ്ങളും ഉണ്ട്. ഇപ്പോൾ കാറുകൾക്ക് തന്നെയാണ് ഭൂരിപക്ഷം ഇത്തരത്തിലുള്ള പ്രോബ്ലം ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ സാഹചര്യങ്ങളിൽ നമ്മൾ റൈറ്റ് സൈഡ് കയറ്റിയെടുത്ത് അല്ലെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്തും നമുക്ക് ഈ പ്രശ്നം വരാറുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു വാഹനത്തിന് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് എതിരെ നിന്ന് ഏതെങ്കിലും വാഹനം നമുക്ക് കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ വലിപ്പമുള്ളൊരു വാഹനം വരുന്നുണ്ടോ എന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഭൂരിപക്ഷം ഇപ്പം കാറുകൾക്ക് പറ്റുന്നൊരു അപകടം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മറ്റൊരു കാറിനെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് എതിരെ ഒരു ബസ്സായിരിക്കും വരുന്നുണ്ടാകുക. അപ്പോൾ ആ ബസ്സിനും നമ്മൾ കടന്നു പോകാനുള്ള സ്ഥലം കിട്ടില്ല. അപ്പോൾ നമ്മളെ വാഹനത്തിന് ഒരയുകയോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ഇടി ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. പല സാഹചര്യങ്ങളിലും നമ്മളിപ്പോൾ ഇതുപോലുള്ള ആക്സിഡൻറ്റുകൾ നമ്മൾ പല സ്ഥലത്തായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രൈവിങ് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ ഇടതുവശം ചേർന്ന് തന്നെ, നമ്മുടെ ഇടത്തെ കൈയുടെ ഭാഗത്ത്, അതായത് ഇടതുവശം ചേർന്ന് നമ്മൾ മാക്സിമം വണ്ടി ഓടിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നമ്മൾ അത്തരത്തിലുള്ള ഒരു ഡ്രൈവിംഗ് ആണ് നമ്മൾ ഏലാക്കി എടുക്കേണ്ടത്. കാരണം അതാണ് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഡ്രൈവിങ്. നമ്മൾ എത്രത്തോളം നമ്മുടെ വാഹനത്തിനെ ക്രഷ് കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ വളരെ സ്പീഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഓവർടേക്കിംഗ് ഒക്കെ പല ആൾക്കാരും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കാര്യമില്ലാണ്ട നമ്മളിപ്പോൾ ഒരു വാഹനം നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും എത്തിച്ചേരണം എന്നുള്ള കാര്യത്തിന് ഉപരി നമ്മുടെ ജീവൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സേഫ്റ്റിയാണ് വലുത്. നമുക്കൊരു സ്ഥലത്ത് എത്തണം, കൃത്യമായി പറഞ്ഞാൽ ഒരു 10 മണിക്കാണ് നമുക്കൊരു സ്ഥലത്ത് എത്തണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും വാഹനം സ്പീഡിൽ ഓടിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ശ്രമിക്കരുത്. നിങ്ങൾക്കിപ്പോൾ 10 മണിക്കാണ്, ഉദാഹരണത്തിന് 10 മണിക്കാണ് ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ ഇറങ്ങുക. കഴിയുന്നതും നിങ്ങൾ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങുക. അല്ലാതെ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മാക്സിമം സ്പീഡ് കൂട്ടി വാഹനങ്ങൾ ഒരിക്കലും ഓടിക്കരുത്. കാരണം നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ വീട്ടുകാർ, ഒരുപാട് ആൾക്കാരുണ്ട്, അച്ഛൻ, അമ്മ, അതുപോലുള്ള മകൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള അവരെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അവരെ പോലുള്ള ആൾക്കാരെ മാനസികാവസ്ഥയും കൂടെ നിങ്ങൾ വിലയിരുത്തണം വാഹനം ഓടിക്കുന്ന സമയത്ത്. നമ്മുടെ കേരളത്തിലുള്ള റോഡുകളെ അപേക്ഷിച്ച് ഒരിക്കലും നമുക്കൊരു സ്മൂത്ത് ഡ്രൈവിങ് നമുക്ക് പറ്റൂല. കാരണം പല സ്ഥലത്തായി വളരെ വളരെ വലിയതായിട്ടുള്ള നാഷണൽ ഹൈവേകളിൽ പോലും വലിയ വലിയ കുഴികളും അല്ലെങ്കിൽ ജർക്കിംഗ് ആകാൻ പാകത്തിനുള്ള ഷെയ്ഡുകളൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ റോഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു അവസ്ഥ. നമ്മുടെ നാട്ടിലെ റോഡിനനുസരിച്ച് നമ്മൾ ഡ്രൈവ് ചെയ്യുക. വിദേശത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. കാരണം അവിടെ നമുക്ക് അത്തരത്തിൽ ഡ്രൈവ് ചെയ്യാനുള്ള റോഡുകളും ഒരുപാട് സംവിധാനങ്ങളും നമുക്കുണ്ട്. നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ നമുക്ക് അത്രയും പാകത്തിനുള്ള റോഡുകളൊന്നും നമുക്കില്ല. അതുകൊണ്ട് വാഹനത്തിൻ്റെ വേഗത എന്ന് പറയുന്ന സാധനം നമ്മൾ എല്ലാവരും തന്നെ മാക്സിമം നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള ഈ ഒരു വൈറ്റ് ലൈന് ഇപ്പോൾ നിങ്ങൾക്ക് പല ആൾക്കാർക്കും അറിയില്ല ഇതുപോലുള്ള ലൈനുകൾ. ഇപ്പോൾ ഇവിടെ തുടരെ വിട്ടുവിട്ട രീതിയിലായിട്ടുള്ള വൈറ്റ് ലൈനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനർത്ഥം ഇവിടുന്ന് ഓവർടേക്ക് ചെയ്യാമെന്നാണ്. ഇപ്പോൾ ഈ ഒരു വളവ് വശത്തെത്തിയതിന് ശേഷം ആ വൈറ്റ് ലൈന് ഇടവിട്ട ലൈനിൽ നിന്ന് ഒറ്റ ലൈനായി കംപ്ലീറ്റ്. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വളവാണ്, അവിടെ നിന്ന് ഓവർടേക്കിംഗ് പാടില്ല എന്നുള്ള അർത്ഥമാണ്. നമ്മളിൽ ഭൂരിപക്ഷ ആൾക്കാർക്കും, വാഹനം ഓടിക്കുന്നവരിൽ ഭൂരിപക്ഷ ആൾക്കാർക്കും ഈ ലൈൻ എന്താണോ അല്ലെങ്കിൽ ഈ ട്രാഫിക് സിഗ്നൽ എന്താണോ എന്നൊന്നും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ കാൽനട യാത്രക്കാർ, അതായത് അവർ നടക്കുന്ന ക്രോസിങ്ങിൽ പോലും വാഹനം കൊണ്ട്
വെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു കാരണവശാലും വെക്കാൻ വേണ്ടി പാടില്ല. കാരണം അത് കാൽനട യാത്രക്കാർക്ക് കൊടുത്ത ഒരു സംഭവമാണ്. അവർക്ക് അവരുടെ സേഫ്റ്റി ഉറപ്പാക്കാൻ, അവർക്ക് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സീബ്ര ക്രോസിങ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നിർത്തുമ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് വിട്ട് വേണം നമ്മൾ നിർത്താൻ. നമ്മളിപ്പം സിഗ്നലിൻ്റെ പരിസരത്താണെങ്കിൽ പോലും ചിലപ്പോൾ സിഗ്നലുള്ള പരിസരത്ത് ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് ഇതുപോലെ സീബ്ര ക്രോസിങ് നമ്മൾ കാണാറുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സീബ്ര ക്രോസിൻ്റെ കുറച്ച് വിട്ട് രീതിയിൽ നമ്മൾ വാഹനം നിർത്തുക. അതായത് ഒരിക്കലും കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. കാൽനട യാത്രക്കാർക്കാണ് റോഡിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കേട്ടോ, വാഹനം ഓടിക്കുന്ന ആൾക്കാരെക്കാളും. അത് നമ്മുടെ ട്രാഫിക് നിയമത്തിൽ തന്നെ ഉള്ളതാണ്. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മളിപ്പോൾ ഒരു വാഹനത്തിൻ്റെ പിറകിൽ നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് ആ വാഹനവും നമ്മളുമായിട്ടുള്ളൊരു ഡിസ്റ്റൻസ് നമ്മളെപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണം. ഒരിക്കലും ഒരു വാഹനത്തിൻ്റെ തൊട്ട് പിറകിൽ, പ്രത്യേകിച്ച് ഇതുപോലുള്ള നാഷണൽ പെർമിറ്റ് ലോറികളോ അല്ലെങ്കിൽ വലിയ വലിയ ലോഡ് കൊണ്ടുപോകുന്ന വലിയ രീതിയിലുള്ള പാസഞ്ചേഴ്സ് ലോറികളോ ഒന്നും അതിൻ്റെ ഒന്നും പിറകിൽ നമ്മൾ ഒരിക്കലും തൊട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ പിടിക്കാൻ പാടില്ല. ഒരു മിനിമം ഒരു ഡിസ്റ്റൻസ് നമ്മൾ എന്തായാലും നമ്മൾ കീപ്പ് ചെയ്യണം. കാരണം അത്തരത്തിൽ നമ്മൾ കീപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ ആ വാഹനം ചിലപ്പോൾ ഒരു കയറ്റമായിരിക്കാം, ആ വാഹനം പുറകോട്ട് ഇറങ്ങാം, ചിലപ്പോൾ ആ വാഹനം സഡനായിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഒരു വാഹനം ഇപ്പോൾ പെട്ടെന്ന് മുന്നിൽ പോകുന്നൊരു വാഹനം സഡനായിട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാഹനം സ്റ്റോപ്പ് ചെയ്തു, നമുക്കും സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഡിസ്റ്റൻസ് ആവശ്യമാണ്. നമ്മൾ ഒരു വാഹനത്തിൻ്റെ തൊട്ടില്ല എന്ന് പറഞ്ഞാണ് പോകുന്നതെങ്കിൽ ആ വാഹനം എപ്പോൾ വേണമെങ്കിലും ബ്രേക്ക് ചെയ്യാം. അപ്പോൾ ആ പരിസരത്ത് എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അതുപോലെ ബ്രേക്ക് ചെയ്ത് നിർത്താൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ നമ്മളെ വാഹനം നിൽക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരു ഡിസ്റ്റൻസ് പലപ്പോഴും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യണം. പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് ഏറ്റവും അടുത്ത് ആ വാഹനം തട്ടിയില്ല എന്ന് പറഞ്ഞുള്ള ഒരു അവസ്ഥയിലാണ് വാഹനം മറ്റൊരു വാഹനത്തിൻ്റെ പിറകിൽ നിർത്തുന്നത്. ഒരു കാരണവശാലും അത് ചെയ്യരുത്. അതാണ് ഏറ്റവും വലിയ ഒരു അപകടം എന്ന് പറയുന്നത്. പല വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ വലിയ വലിയ വാഹനങ്ങൾ പുറകോട്ട് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ വലിയ വലിയ വാഹനങ്ങൾ ഓടിക്കുന്നവരെ നമ്മൾ ഓവർടേക്ക് ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ വലിയ രീതിയിൽ നമ്മൾ ഹോണടിച്ചൊന്നും നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. കാരണം ഇതുപോലുള്ള വലിയ വലിയ വാഹനങ്ങൾ, ലോറി പോലുള്ള വാഹനങ്ങളൊക്കെ ഓടിക്കണമെങ്കിൽ അവർ റോട്ടിലെടുക്കുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റ റിസ്ക്കാണ്. കാരണം അവർക്ക് സൈഡ് ഒരുപാട് ബ്ലൈൻഡ് സ്പോട്ടുകളുണ്ട് ഇതുപോലുള്ള വലിയ വലിയ വാഹനങ്ങൾ. ഇപ്പോൾ ഇവിടെ നിങ്ങളൊരു വാഹനം ഇപ്പോൾ നിർത്തി നമുക്ക് കാണാം. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മിനിമം ഡിസ്റ്റൻസ് നമ്മൾ ആ വാഹനവുമായിട്ട് കീപ്പ് ചെയ്യണം. എന്നിട്ട് നമുക്ക് പറ്റുമെങ്കിൽ മാത്രം, സ്പേസ് ഉണ്ട് എങ്കിൽ മാത്രമേ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഒരിക്കലും ചെയ്യരുത്. മിനിമം ഒരു ഇത്ര ഡിസ്റ്റൻസ് എങ്കിലും ആ വാഹനവും നമ്മളുമായിട്ട് വെക്കണം. നിങ്ങൾക്ക് വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് അത് കാണാം. ഇത്ര ഡിസ്റ്റൻസ് എങ്കിലും നമ്മളും ആ വാഹനവുമായി വെക്കണം. നമ്മൾ ഒരിക്കലും ആ വാഹനത്തിൻ്റെ തൊട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും പോകരുത്. കാരണം അത്തരത്തിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു വാഹനം ലോഡ് താങ്ങാണ്ട് ചിലപ്പോൾ പുറകോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഈ വാഹനത്തിൻ്റെ അടുത്തെത്തി, നമ്മൾ ഹോൺ അടിച്ചു കൊടുക്കുക, ഡ്രൈവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. ശേഷം നമ്മൾ റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം നല്ല രീതിക്ക് ആ ലോറി ഡ്രൈവർക്ക് നമ്മൾ ഹോൺ അടിച്ച് നമ്മൾ മുന്നറിയിപ്പ് കൊടുത്തതിന് ശേഷം ഇതുപോലെ പതിയെ നമ്മൾ മുന്നോട്ട് കയറുക. ഇതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ഡ്രൈവിങ് കേട്ടോ. പല ആൾക്കാർക്കും അറിയില്ല. പല ആൾക്കാരും ഹോൺ അടിക്കാതെ അല്ലെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ഇൻഡിക്കേറ്റർ കൊടുക്കാതെ പോലും കയറുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഹോൺ അടിച്ചില്ല എങ്കിലും നിങ്ങൾ റൈറ്റ് സൈഡിലോട്ട് കയറുന്ന അല്ലെങ്കിൽ ഏത് സൈഡിലോട്ടാണോ ആ ഇൻഡിക്കേറ്റർ നിങ്ങൾ കൊടുത്തില്ല എങ്കിലും മറ്റുള്ള വാഹനങ്ങൾക്ക് അറിയില്ല നിങ്ങൾ അടുത്തുകൂടെ പോകുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഭാഗത്തേക്കാണ് നിങ്ങൾ പോകുന്നതെന്ന് അവർക്കറിയില്ല. അവർ ഇപ്പോൾ ഈ ലോറിയാ മറ്റും നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ അവരുടെ സ്റ്റിയറിംഗ് ഒന്ന് അവർ വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ 100% ഉറപ്പിൽ നിങ്ങൾക്ക് വലിയ അപകടം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് കയറുന്നത്, ഏത് വാഹനത്തിലാണ് നമ്മൾ കയറുന്നത്, ആ കയറുന്ന വാഹനങ്ങൾക്ക് നമ്മൾ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നമ്മൾ കൊടുത്തിരിക്കണം. ഹോണ് പല ആൾക്കാർക്കും വളവുകളിൽ വെച്ച് അല്ലെങ്കിൽ വലിയൊരു വളവായിരിക്കാം, വളവുകളിൽ വെച്ചിട്ട് നമുക്ക് ഹോൺ അടിക്കാൻ മടിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഹോണെന്ന് പറയുന്ന കാര്യത്തിന് നിങ്ങൾ ഒരിക്കലും പിശുക്ക് കളിക്കേണ്ട. ഒന്നും തന്നെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന് ഹോൺ അടിച്ചത് കൊണ്ട് കേടുപാടൊന്നും പറ്റാൻ പോകുന്നില്ല. വളരെ വ്യക്തമായ രീതിയിൽ ട്രാഫിക് നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു വളവിലെത്തുന്ന സമയം, ഒരു വളവോ ജംഗ്ഷനോ എത്തുന്ന സമയത്ത് നമ്മൾ ഹോൺ മുഴക്കി ബ്രേക്കിൽ കാല് വെച്ച് ഗിയർ ഡൗൺ ചെയ്ത് പതിയെ പോവുക എന്നുള്ള കാര്യം. ഈ ഒരു ട്രാഫിക് നിയമം നിങ്ങൾ കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് അക്കമിട്ട് അടിവരയിട്ട് എഴുതി പഠിക്കണം എന്നൊന്നുമല്ല. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ആ ഒരു ശീലം ഡ്രൈവിങ്ങിൽ വരുത്തി കഴിഞ്ഞാൽ നിങ്ങളൊരു പെർഫെക്റ്റ് ഡ്രൈവറായി മാറും. അതിലൊരു തർക്കവുമില്ല. നമ്മൾ വാഹനം ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പറ്റുന്നതായിട്ടുള്ള രീതിയിലുള്ള ട്രാഫിക് നിയമങ്ങൾ, നമ്മളിപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ പോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഡ്രൈവിങ്ങിൽ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ലാതെ നിങ്ങൾക്ക് എത്ര വലിയ തിരക്ക് പിടിച്ച സിറ്റികളിലും നിങ്ങൾക്ക് വാഹനം ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും.
അല്ലാത്ത പക്ഷം നിങ്ങളിപ്പം ഒരു വാഹനത്തിൻ്റെ പുറകിൽ അടിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരസലോ കാര്യങ്ങളോ ഉണ്ടായി, നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ അധ്വാനവും അതുപോലെ തന്നെ നിങ്ങളുടെ സമയവും നിങ്ങളുടെ ജോലി പോയി, അതുപോലെ തന്നെ പൈസയും കളഞ്ഞ് നിങ്ങൾ അവർ പറയുന്ന പ്രകാരം പല സ്ഥാപനങ്ങളിലും പോകേണ്ടി വരും. വർക്ക്ഷോപ്പ് മുതലുള്ള പല സ്ഥാപനങ്ങളിലും നിങ്ങളാണ് ഒരു വണ്ടിക്ക് കൊണ്ടിടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ വലിയ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കയറ്റങ്ങളിൽ നമ്മൾ പല വണ്ടികളും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ, അതായത് വാഹനം നമ്മൾ മാക്സിമം സ്പീഡിൽ ഓടിച്ചത് കൊണ്ട് നമ്മൾ കയറ്റുന്ന ഒരു പരിപാടി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള വളവുകളുണ്ട്. മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വാഹനത്തിൽ 4th അല്ലെങ്കിൽ 5th വരെയുള്ള ഗിയർ നമുക്ക് തന്നിട്ടുള്ളത് നമ്മൾ കുന്ന് പരിസരത്തെത്തുമ്പോൾ നമ്മൾ 2nd-ലോ 1st-ലോ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ടോപ്പ് ഗിയറിൽ ഇതുപോലെ പായിച്ച് കയറ്റുന്ന സമയത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് ചിലപ്പോൾ കൺട്രോൾ കിട്ടിയെന്ന് വരില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇറക്കം ഇറങ്ങുകയാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുക. ഒരു ഇറക്കം നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ കയറ്റം കയറി വരുന്ന വാഹനങ്ങൾക്ക് നമ്മൾ തീർച്ചയായിട്ടും മുന്നറിയിപ്പ് കൊടുക്കണം. നമ്മൾ ഇറക്കം ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ വാഹനം ഒരു വലിയൊരു ഇറക്കമാണ് വരുന്നതെങ്കിൽ കയറ്റം കയറി വരുന്ന ഒരുപാട് വാഹനം ഉണ്ടാകും. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളാണ് കയറ്റം ഇറങ്ങുന്നത്. നമ്മൾ ഇറങ്ങുന്ന വാഹനക്കാർ കയറ്റം കയറുന്ന വാഹനക്കാർക്ക് നമ്മൾ മുന്നറിയിപ്പ് കൊടുക്കണം. കാരണം ആ വാഹനം കയറുന്നതാണ് ഏറ്റവും റിസ്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ട്രാഫിക് റൂൾസ് ഉണ്ട്. മാത്രമല്ല ആ വാഹനത്തിൻ്റെ നമ്മൾ ഇറങ്ങി വരുന്നത് തുടങ്ങി നമ്മൾ മാക്സിമം നമ്മൾ ഇടതുവശം തന്നെ ചേർന്ന് വാഹനം ഓടിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ മാത്രമേ വലതുവശത്ത് വരുന്ന വാഹനങ്ങൾക്ക് കയറ്റം കയറി കൃത്യമായിട്ട് പോകാൻ പറ്റുള്ളൂ. ഒരുപാട് ആൾക്കാർക്ക് പറ്റുന്നൊരു പ്രശ്നം, ഇപ്പോൾ ഭൂരിപക്ഷം ഡ്രൈവിംഗ് സ്കൂളുകളിലും കാറ് പഠിപ്പിക്കുന്ന പല ആൾക്കാർക്കും പറ്റുന്നൊരു പ്രശ്നം അവർക്ക് ക്ലച്ച് കൺട്രോൾ ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ കാറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എല്ലാ വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ സ്മൂത്തായിട്ടുള്ളൊരു റോഡിൽ ഓടിക്കുക എന്ന് പറഞ്ഞത് അത്ര പ്രയാസമുള്ളൊരു കാര്യമല്ല. നേരെ മറിച്ച് കയറ്റമുള്ളൊരു സ്ഥലത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. കേരളത്തിലെ ലൈസൻസ് തന്നെ സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വലിയൊരു പ്രോബ്ലം ഉണ്ട്. കാരണം അവർ ഒരു കയറ്റത്തിൽ നിർത്തിക്കൊണ്ട് വാഹനം എങ്ങനെ മുന്നോട്ടെടുക്കണം എന്നുള്ള കാര്യം അവരൊരിക്കലും ഡ്രൈവിംഗ് സ്കൂളുകാർ അവർ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അത്തരത്തിലുള്ള പ്രശ്നം വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നേരിടുന്നത് ഇതുപോലുള്ള ഡ്രൈവർമാരാണ്. ഒരുപാട് പയ്യന്മാരുണ്ട് 18 വയസ്സാവാൻ വേണ്ടി കാത്തു നിന്ന്. വാഹനം എന്ന് പറയുന്നത് പല ആൾക്കാർക്കും ഒരു ക്രൈസാണ് അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെ പോലുള്ള ആൺകുട്ടികൾക്ക് അവരുടെ ചെറിയ പ്രായം തൊട്ട് തന്നെ അവരുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു കാറോ ബൈക്കോ സ്ഥാനം പിടിച്ചിട്ടുണ്ടാവാം. പെണ്ണിനേക്കാൾ കൂടുതൽ വാഹനത്തിന് സ്ഥാനം കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ ആൺകുട്ടികൾ. അത്രയും കൂടുതൽ നമ്മൾ ചെറുപ്പം തൊട്ടേ മനസ്സിൽ ആരാധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, അതിനോട് ഒരു അടങ്ങാത്ത ഒരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പം നമ്മൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത്തരത്തിലൊരു വാഹനം നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടൊരു വാഹനം എടുക്കുമ്പോൾ ആ വാഹനത്തിൻ്റെ പെർഫെക്ഷനും കൂടി, അല്ലെങ്കിൽ ആ വാഹനം ട്രാഫിക് നിയമത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും കൂടെ നമ്മൾ കണ്ടെത്തണം. നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തത്തിലാണ് നമ്മൾ വാഹനം ഓടിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ കാണാം, ഇത് കണ്ടോ, ഒരു ചേട്ടൻ പോകുന്നത് കണ്ടോ? ഇത് തന്നെ കംപ്ലീറ്റ് റോങ് ആണ്. കാരണം ആ മുമ്പിലിരിക്കുന്ന ആ ഏട്ടൻ മാത്രമേ ഹെൽമെറ്റ് ഇട്ടിട്ടുള്ളൂ, പുറകിലിരിക്കുന്ന ആ കൊച്ച് ഹെൽമെറ്റ് ഇട്ടില്ല. ഇത്തരത്തിലുള്ള ട്രാഫിക് നിയമ ലംഘനം നിങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളെ ചെറിയ സമയത്തേക്കുള്ള ലാഭത്തിന് വേണ്ടി നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ട്രാഫിക് നിയമം എല്ലാവരും കൃത്യമായിട്ട് പാലിക്കുക. കാറാണെങ്കിൽ തന്നെ സീറ്റ് ബെൽറ്റ്, അതായത് ലെഫ്റ്റ് സീറ്റിൽ ഇരിക്കുന്ന ആൾ പോലും, അല്ലെങ്കിൽ പിറക് സീറ്റിലും ഒക്കെ ഇപ്പോൾ ബെൽറ്റ് ഇടുന്ന ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അത് കേരളത്തിൽ ആ ഒരു നിയമം വന്നിട്ടില്ല എങ്കിലും കാറിൽ ആ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പിറകിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും, നിങ്ങളെ ഫാമിലിയിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും ബെൽറ്റ് ഇടാൻ വേണ്ടി നിങ്ങൾ നിർബന്ധിക്കണം. പല കാറുകൾക്കും പിറക് സീറ്റുള്ള ബെൽറ്റുള്ള കാറുകളുണ്ട്. അപ്പോൾ നമ്മുടെ കാറിലും സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ കാറിൽ ഇപ്പോൾ ആ ഓപ്ഷൻ തൽക്കാലം ഇല്ല. ബെൽറ്റ് ഉണ്ട്, പക്ഷേ അതിൻ്റെ സെറ്റ് ചെയ്യുന്ന ഒരു സംഭവമില്ല. നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ 100% ഉറപ്പിൽ നമ്മൾ ബെൽറ്റ് ഇട്ടുകൊണ്ട് മാത്രമേ വാഹനം ഓടിക്കാൻ വേണ്ടി വിടാൻ പാടുള്ളൂ. കാരണം പിറകിലിരിക്കുന്ന ആളാണെങ്കിൽ പോലും അപകടം സംഭവിക്കുന്ന സമയത്ത് ബെൽറ്റ് ഇല്ല എങ്കിൽ അവർക്കും അപകടം സംഭവിക്കാം. തലയൊക്കെ പോയി ഇടിച്ച് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നിരന്തരം നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മളിപ്പോൾ കാർ ഓടിക്കുന്ന സമയത്ത് ഉള്ളൊരു പ്രശ്നമാണ് നമ്മുടെ കാറിൻ്റെ ഗ്ലാസിനകത്ത്, അതായത് നമ്മുടെ വിൻഡ് സ്ക്രീനിനകത്ത് മിസ്റ്റ് പിടിക്കുന്നൊരവസ്ഥ. ഞാൻ പല സമയത്തും വീഡിയോസ് അതുപറ്റി ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, AC സംബന്ധമായിട്ടുള്ള വീഡിയോസ്. നമ്മൾ മിസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നും കൃത്യമായ രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. കാറിൻ്റെ AC എങ്ങനെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ AC ഏതെല്ലാം സാഹചര്യങ്ങളിൽ ഉപയോഗിക്കണം എന്നുള്ള കാര്യം നമ്മൾ മഴക്കാലത്ത് നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമുക്ക് മസ്റ്റായിട്ട് ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സംഭവമാണ് നമ്മുടെ AC എന്ന് പറയുന്നത്. പല ആൾക്കാർക്കും അറിയുന്നത്
വേനൽക്കാലത്ത് മാത്രമാണ് നമ്മൾ എ സിനെ കുറിച്ച് ചിന്തിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, കാറുകളിൽ ഏറ്റവും മസ്റ്റാണ് മഴക്കാലത്തും എ സി എന്ന് പറയുന്ന സംഭവം. അപ്പോൾ പല ആളും ചിന്തിക്കും മഴക്കാലത്ത് നല്ല തണുപ്പല്ലേ, നമ്മൾ എന്തുകൊണ്ടാണ് എ സിനെ ആശ്രയിക്കുന്നത് എന്നുള്ള കാര്യം. എന്നാലും നിങ്ങൾക്ക് ഗ്ലാസിൻ്റെ അകത്ത് പലവട്ടവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഗ്ലാസ് കാണാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അത് മിസ്റ്റ് എന്ന് പറയും. ഈ ഒരു മിസ്റ്റ് പൂർണ്ണമായും ഒഴിവാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമ്മൾ എ സി ഇട്ടിട്ട് എ സിയുടെ മോഡ് നമ്മൾ നമ്മുടെ വിൻഡ് സ്ക്രീനിലോട്ട് അടിക്കുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് സുഖകരമായിട്ടുള്ള ഡ്രൈവിങ്. അത്തരത്തിലുള്ളൊരു വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് കാണുക. ആ ഒരു സംഭവം പോയിട്ട് എല്ലാവരും കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ആ വീഡിയോ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഉപയോഗപ്രദമായിട്ടാണ് നമ്മളെ പോലുള്ള ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള വീഡിയോസ് കണ്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഡ്രൈവിങ് പെർഫെക്റ്റ് ആക്കി കൊണ്ടുവരിക എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് സാഹചര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും പല ആൾക്കാരും നമ്മൾ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വാഹനം ഓടിക്കുന്നു, ഒരു വാഹനം കാറായിക്കോട്ടെ നമ്മൾ ബൈക്കായിക്കോട്ടെ ഓടിക്കുന്നു. അപ്പോൾ ആ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും ഉള്ള ഒരു പ്രത്യേക ഒരു സംഭവമാണ്, നമ്മുടെ വാഹനമാണ് അല്ലെങ്കിൽ നമ്മളെ ഒരിക്കലും ചതിക്കില്ല എന്നുള്ളൊരു വിശ്വാസം. പക്ഷേ അത്തരത്തിലായിരിക്കരുത്. നിങ്ങൾ ഏത് വാഹനം ആയിക്കോട്ടെ, നിങ്ങൾ മോർണിംഗിൽ നിങ്ങൾ വരുന്ന സമയത്ത്, മോർണിംഗിൽ ഫസ്റ്റ് റൈഡ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വേണ്ടത് ബ്രേക്കൊക്കെ കൃത്യമായി ഓക്കെ ആണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്സ് ഓയിലോ കാര്യങ്ങളോ, ഇനിയിപ്പോൾ കാറാണെങ്കിൽ തന്നെ അതിൽ നമ്മൾ കൃത്യമായ രീതിയിലുള്ള നമുക്ക് കൂളിംഗ് വാട്ടർ പിന്നെ കൂളൻ്റ് വാട്ടറൊക്കെ ഫില്ലാണോ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. നിങ്ങൾ ഡെയിലി ഓടുന്ന സമയത്ത് അതിന് വാഹനത്തിന് എന്തൊക്കെ ക്ഷതങ്ങൾ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യം ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഭാഗത്തുള്ള ഉത്തരവാദിത്തമാണ്. നമ്മൾ എത്രത്തോളം നമ്മുടെ വാഹനം പെർഫെക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നോ അല്ലെങ്കിൽ സൂക്ഷിക്കുന്നോ, നമ്മുടെ ജീവിതത്തിൻ്റെ അത്രയും ഭാഗം നമുക്ക് സേഫായി കിട്ടും. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്നുള്ള കാര്യമുണ്ട്. ഇപ്പം ഞാൻ മുന്നേ എനിക്ക് പരിചയമുള്ള അത്യാവശ്യം ഒരു പ്രായമൊക്കെ ഉള്ള ഒരു ഏട്ടൻ തന്നെയാണ്. അദ്ദേഹം ഒരു ഗവൺമെൻറ് സർവീസിൽ നിന്ന് പിരിഞ്ഞ ഒരാളാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥ വന്നത് എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്നുള്ള കാര്യം. നമ്മളിലുള്ള പല ആൾക്കാരും വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പ്രകൃതിയാലുള്ള മറ്റൊരു സംഭവം കൂടെ നമ്മൾ മറന്നു പോകുന്നുണ്ട്. ഈ വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ ഇവിടെ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. അതിനും കൃത്യമായ അർത്ഥങ്ങളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെല്ലാം പ്രകൃതിക്ക് വിട്ടുകൊടുത്ത് അല്ലെങ്കിൽ വിധിയാണെന്ന് വിട്ടുകൊടുത്ത് നിങ്ങൾ നിൽക്കരുത്. പല വിധികളും പല ആൾക്കാരും ചിലപ്പോൾ തീരുമാനിക്കുന്നതാണ്, അല്ലാത്തതൊക്കെ. പക്ഷേ 99% വരുന്ന കേസുകളിൽ തന്നെ ഓരോ ആൾക്കാരുടെ അശ്രദ്ധ കൊണ്ട് അവരുടെ വിധി കുറിക്കപ്പെടുന്നതാണെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് നമുക്ക് വേണ്ടി ട്രാഫിക് നിയമങ്ങൾ എന്ത് ചെയ്യുക, അനുസരിക്കുക. ഇപ്പോൾ ഇത്തരത്തിൽ കണ്ടു, നമ്മൾ മുമ്പിലുള്ള വാഹനങ്ങളിൽ തന്നെ കാണാം. നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ട്രാഫിക് നിയമ ലംഘനമാണ്. നമ്മളിൽ പല ആൾക്കാരും പറയാറുമുണ്ട്, ആദ്യം റോഡ് നന്നാവട്ടെ എന്നിട്ട് മതി നമ്മുടെ ട്രാഫിക് നിയമമൊക്കെ എന്നുള്ള കാര്യമൊക്കെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റോഡ് നന്നായതുകൊണ്ടോ നമ്മൾ ട്രാഫിക് നിയമം അല്ലെങ്കിൽ നമ്മുടെ അപകടം കുറയണമെന്നില്ല. നമ്മൾ റോഡ് നന്നാക്കട്ടെ എന്നിട്ടേ നമ്മൾ അനുസരിക്കുമെന്ന് വെച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനാണ് അവിടെ ക്ഷതം പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനാണ് അവിടെ ക്ഷതം പറ്റുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ വാഹനത്തിന് ഇപ്പോൾ ഒരു കംപ്ലൈൻറ്റ് പറ്റി, വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിനോ അല്ലെങ്കിൽ മറ്റുള്ള പാർട്സുകൾക്കോ ഒരു കംപ്ലൈൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ഉറപ്പിൽ മറ്റൊരു പുതിയ ഹെഡ്ലൈറ്റ് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും പാർട്സ് ആണെങ്കിൽ തന്നെ നിങ്ങൾക്കത് ഇടാൻ വേണ്ടി പറ്റും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റയൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ശരീരഭാഗത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിനാണ് വാഹനം ഉപയോഗിച്ച് ആക്സിഡൻറ്റ് പറ്റി കംപ്ലൈൻറ്റ് ആവുന്നതെങ്കിൽ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ തല പോയാൽ നമുക്ക് വേറെ തല ഫിറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല, നമ്മൾ മരിച്ചു പോകും. അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ റോഡ് നന്നായിക്കോട്ടെ അല്ലെങ്കിൽ റോഡ് അവിടെ കിടന്നോട്ടെ, നമ്മൾ വാഹനം ആ റോഡിൽ നമ്മൾ ഓടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായ രീതിയിലുള്ള ട്രാഫിക് നിയമം നമ്മൾ പാലിച്ചിരിക്കണം. റോഡ് നന്നാക്കി കഴിഞ്ഞാലേ നമ്മൾ ട്രാഫിക് നിയമം പാലിക്കൂ എന്നുള്ള കാര്യമൊന്നും ഭാഷ പിടിക്കരുത്. ഇപ്പം ഞാൻ ഇതാണ് പറഞ്ഞത്, മുമ്പിലൊരു വാഹനമുണ്ട്, ഈ വാഹനവുമായിട്ട് നമ്മൾ ഇത്രയെങ്കിലും ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യണം. ഇപ്പോൾ ഒരു ഹമ്പാണ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്ലച്ച് നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ വാഹനം ഒരു സെക്കൻഡിലൊക്കെ ആക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ. പല ആൾക്കാരും വന്ന സ്പീഡിൽ തന്നെ ബമ്പ് തുള്ളിച്ചെടുക്കുന്ന ഒരുപാട് അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അത് വലിയ പ്രശ്നം ഉണ്ടാവാം. നിങ്ങളുടെ വാഹനത്തിൻ്റെ മറ്റ് പല പാർട്സുകൾക്കും, അതായത് അതിൻ്റെ ആക്ഷൻ മുഖാന്തരമുള്ള പല പാർട്സുകൾക്കും, ഷോക്ക് ആബ്സർ മുതലുള്ള പല സംഭവങ്ങൾക്കും കേടുപാട് വരും. അപ്പം ഹമ്പ് പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ പരമാവധി വാഹനം സ്ലോ ചെയ്ത് വേണം നിങ്ങൾ വാഹനം എടുക്കാൻ വേണ്ടിയിട്ട്.
ഈ ഹമ്പ് നമുക്ക് റോഡിൽ കൊടുക്കുന്നത് തന്നെ നിങ്ങളെ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഹമ്പ് എന്ന് പറയുന്ന സാധനം നമുക്ക് റോഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ സ്പീഡ് ലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ ഫ്രണ്ടിലൊരു ബസ്സുണ്ട്. അപ്പം നമ്മൾ ബസ്സുമായിട്ട് നമ്മൾ ഇത്ര ഡിസ്റ്റൻസ് നമ്മളെപ്പം കീപ്പ് ചെയ്യണം. അപ്പോൾ കാറ് പാർക്ക് ചെയ്ത് വെക്കുന്ന മനോഹരമായിട്ട് കാറ് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് 2 ആൾക്കാർ. അതുകൊണ്ട് തന്നെ വലിയ വലിയ വാഹനങ്ങൾക്ക് ബ്ലോക്ക് ആവും. നമ്മൾ റോഡിൽ നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്തും നമ്മൾ ആ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. വളവ് പോലെയുള്ള ഭാഗത്തൊന്നും നമുക്ക് ഇതുപോലുള്ള ലൈനുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പാർക്ക് ചെയ്യരുത് ഒരു കാരണവശാലും. കാരണം വലിയ വലിയ വാഹനങ്ങൾക്ക് കടന്നു പോവുക എന്ന് പറയുന്ന കാര്യം വളരെ അങ്ങേയറ്റം ദുർഘടം നിറഞ്ഞൊരു സംഭവം തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വാഹനം ഒരു വലിയൊരു പൊങ്ങച്ചത്തിന് നമ്മൾ നിർത്തിയിടുകയാണ് എങ്കിൽ ചിലപ്പോൾ മറ്റുള്ള വാഹനങ്ങൾ ഉരച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലൊരു സാഹചര്യം മുന്നേ ഒരാൾ ഒരു വാഹനം പാർക്ക് ചെയ്ത സമയത്ത് ഞാൻ അതിനെ ചോദ്യം ചെയ്തു എന്ന് വെച്ചാൽ മാന്യമായ രീതിയിൽ അവർക്ക് റെസ്പെക്റ്റ് ഒക്കെ കൊടുത്ത് കൃത്യമായി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ മറുപടി എന്ന് വെച്ചാൽ എൻ്റെ വാഹനത്തിന് ആര് തട്ടിയോ അവനെ ഞാൻ വിടില്ല എന്നുള്ള കാര്യമാണ്. പക്ഷേ അതൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ള മാത്രം വിചാരമാണ്. നിങ്ങളുടെ വാഹനത്തിന് ആര് തട്ടിയോ നിങ്ങൾ വിടില്ല എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ഒരു പ്രശ്നത്തിന് നിങ്ങൾ താല്പര്യപ്പെടുന്നു എന്നുള്ള അർത്ഥമാണ്. ഇവിടെ പ്രശ്നം കൊണ്ട് ഒരിക്കലും ഒരാൾക്കും കാര്യങ്ങൾ സോൾവായി കിട്ടിയിട്ടില്ല. നിങ്ങൾ വാഹനം കൃത്യമായ രീതിയിൽ പാർക്ക് ചെയ്യുക, എന്നാൽ ആ പ്രശ്നം ഒഴിവായി. വളരെ റോങ്ങായ രീതിയിൽ നിങ്ങൾ പാർക്ക് ചെയ്തിട്ട് ഞാൻ ആരെയും വിടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത്തരത്തിലുള്ള ചിന്താഗതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി നിങ്ങൾ മനസ്സിൽ നിന്ന് തന്നെ പാടെ മാറ്റിക്കോ. അങ്ങനെയുള്ള ഒരു പരിപാടികളും നടക്കില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള ആൾക്കാർ തന്നെയായിരിക്കും ചിലപ്പോൾ ഓപ്പോസിറ്റും ഉണ്ടാകുക. അപ്പം അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ഒന്നും തന്നെ നടക്കില്ല. ഇപ്പോൾ നമ്മുടെ മുന്നിലൊരു വാഹനമുണ്ട് അല്ലേ, ഇപ്പോൾ കണ്ടോ, കംപ്ലീറ്റ് റോങ് ആണ് അവരെടുത്തത്. കാരണം എതിരെ വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കാതെയാണ് അദ്ദേഹം ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവണത നിങ്ങൾക്ക് ഉണ്ടാവരുത് ഒരിക്കലും. നമ്മൾ എപ്പോഴും ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ മുന്നിൽ വരുന്ന വാഹനങ്ങളും നമ്മൾ നോക്കണം. ഇപ്പം നമുക്ക് ഈ റോഡിൽ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ ഹെൽമെറ്റ് ഇല്ലാതെ ഒരു ചേട്ടൻ കയറി പോകുന്നുണ്ടോ, നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഒരിക്കലും നമ്മൾ ട്രാഫിക് നിയമത്തിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കരുത്. എളുപ്പപ്പണിക്ക് നിൽക്കരുത്. വാഹനം പെർഫെക്റ്റ് ആയിട്ട് ഓടിക്കുന്നെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് കണ്ടീഷൻ തന്നെ ആയിരിക്കണം. നിങ്ങളിപ്പോൾ മുന്നിലൊരു വാഹനം, ഈ മുന്നിൽ പോകുന്ന ബലീന കാർ നിങ്ങൾ ശ്രദ്ധിച്ചു, ആ കാറ് ഒന്നും നോക്കാതെയാണ് ഓവർടേക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വ്യക്തമായിട്ട് ഇതുപോലുള്ള വലിയ വലിയ വാഹനങ്ങൾ പോകുമ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ പരമാവധി സൂക്ഷിക്കുക, ഓണടിക്കുക. മറ്റുള്ള വാഹനമൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിച്ചതിന് ശേഷം ചിലപ്പോൾ നിങ്ങൾ 2-3 തവണ ഓണടിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ കയറിപ്പോകുന്ന വലിയ വലിയ വാഹനങ്ങൾ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരും, നിങ്ങൾ കയറി പോയിക്കോളൂ എന്നുള്ള കാര്യം. അപ്പോൾ അത്തരത്തിലുള്ള സിഗ്നലുകൾ ഡ്രൈവറെ കയ്യിൽ നിന്ന് കിട്ടിയാലോ അല്ലെങ്കിൽ നിങ്ങൾ കയറി പോകുന്നുണ്ട് എന്നുള്ള കാര്യം ഡ്രൈവറെ അറിയിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ വാഹനം ഓടിക്കാവൂ. അത്തരത്തിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം നിങ്ങൾ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് പണച്ചെലവ് വരിക. നിങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ വണ്ടി ഞാൻ വിടില്ല എന്ന് പറഞ്ഞാലൊന്നും പരിപാടി നടക്കില്ല. ചിലപ്പോൾ കേസായി അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വരും. മറ്റ് സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഓവർടേക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വ്യക്തമായിട്ട് ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഒരു പരമാവധി ഡിസ്റ്റൻസിൽ നമ്മൾ വാഹനം പിടിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഹോൺ അടിച്ചുകൊണ്ട് നമ്മൾ നോക്കുക അത്യാവശ്യം മറ്റുള്ള വാഹനം. ഇപ്പോൾ ഇവിടെ വാഹനമുണ്ട്, നമുക്കൊരിക്കലും കയറിപ്പോകാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ 2-3 തവണ ഹോൺ അടിച്ച് ഡ്രൈവർക്ക് മുന്നറിയിപ്പ് കൊടുത്തതിന് ശേഷം ഇതുപോലെ കയറിപ്പോവുക. അതിനുശേഷം നമ്മൾ നമ്മുടെ യഥാസ്ഥാനത്ത് തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് തന്നെ വീണ്ടും നമ്മൾ കീപ്പ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ പെർഫെക്റ്റായിട്ട് നമ്മൾ ഓവർടേക്ക് ചെയ്യേണ്ടത്. ഈ ഒരു സംഭവം പല ആൾക്കാർക്കും അറിയില്ല. അതുപോലെ തന്നെ ഇതുപോലുള്ള വളവുകളിൽ നിങ്ങൾ നെയിം ബോർഡ് വായിച്ച് അധികം ഇരിക്കാൻ പാടില്ല. കാരണം വാഹനം അപകടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. വളവുകളിൽ എപ്പോഴും നമ്മൾ വേണ്ടത് കൃത്യമായ രീതിയിലുള്ള ഹോൺ നമ്മൾ അടിച്ചിരിക്കണം. ഇപ്പം ഇതൊരു പ്രധാനപ്പെട്ട വളവാണല്ലേ, ഇവിടെ നമ്മൾ ഇടതുവശം ചേർത്ത് നമ്മൾ പരമാവധി രീതിയിൽ നമ്മൾ ഹോണുകൾ മുഴക്കുക. അങ്ങനെയുള്ള കാര്യമായിരിക്കണം നമ്മൾ പോകേണ്ടത്. നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നോ നമുക്ക് അത്രയും നല്ലതാണ്. ഇപ്പോൾ റോഡിൽ ഇപ്പം തന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല. കാരണം
ഭൂരിപക്ഷവും ലൈസൻസ് എടുത്ത് വരുന്നത് യൂത്ത് കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്ക് വാഹനത്തിൻ്റെ ക്ലച്ച് പോലും കൃത്യമായി കൺട്രോൾ ചെയ്യാൻ അറിയാത്ത ആൾക്കാരാണ്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾക്ക് അപകടം പറ്റും. അപ്പോൾ ആ അപകടം നമുക്ക് ഒഴിവാകണമെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർക്ക് നമ്മൾ വേണം മുന്നറിയിപ്പ് കൊടുക്കാൻ. പല ഡ്രൈവിംഗ് സ്കൂളുകാരും പഠിപ്പിക്കാത്തൊരു സംഭവമാണ് വാഹനം കയറ്റത്തിൽ നിർത്തിക്കൊണ്ട് മുകളിലേക്ക് എടുക്കാൻ പറ്റുന്നൊരവസ്ഥ. അതായത് നമ്മുടെ ക്ലച്ച്, ഹാഫ് ക്ലച്ചാണ് ഏറ്റവും മസ്റ്റായിട്ട്. നമ്മൾ കാറായിക്കോട്ടെ ഏത് വാഹനമായിക്കോട്ടെ ഹാഫ് ക്ലച്ചിൽ നിർത്തിക്കുക എന്നുള്ള കാര്യമാണ് ഏറ്റവും മസ്റ്റായിട്ടുള്ള കാര്യം. ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുമെല്ലാം പോയി കണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു മാനസികാവസ്ഥയും കൂടെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണം. അപ്പോൾ ഇതെല്ലാം നമുക്കറിയാം നല്ല വളവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ 1-2 ഓണടിച്ച് കൊടുത്തെന്ന് വിചാരിച്ച് ഇവിടെ ഒരു പ്രശ്നവും വരാനില്ല. നമ്മളിൽ പല ആൾക്കാർക്കും, പ്രത്യേകിച്ച് മെയിനായിട്ട് ഞാൻ കണ്ടുവന്നതിൽ വിചാരിച്ച് കാർ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് തന്നെയാണ് അത്തരത്തിലുള്ള പ്രശ്നം കൂടുതൽ. കാരണം ഹോൺ അടിക്കാൻ വേണ്ടി എന്തോ ഒരു വലിയൊരു മടിയാണ് അവർക്ക്. എന്താണ് ആ പ്രശ്നം എന്നുള്ളതിന് ഇപ്പോഴും പിടുത്തം കിട്ടിയിട്ടില്ല. ഇത്തരത്തിലൊരു സാഹചര്യം വന്നാൽ ഇപ്പം നിങ്ങൾക്കറിയാം, വാഹനം നിർത്തി, അപ്പം നിങ്ങളൊരു പതിയെ ഒരു 2 മിനിറ്റ് നിർത്തുക. അപ്പോൾ ആ സമയത്ത് വാഹനം മുന്നോട്ട് പോയി കുഴപ്പമില്ല. ഇനിയിപ്പം ബസ് അവിടെ സ്റ്റോപ്പ് ചെയ്തതാണെന്ന് കൂട്ടുക. അപ്പോൾ നിങ്ങൾ എന്ത് വേണം, ഒരു നിശ്ചിത അകലം പാലിച്ചുകൊണ്ട് നിങ്ങൾ റൈറ്റിലോട്ട് നിങ്ങൾ ഇൻഡിക്കേറ്റർ ഇടുക. എന്നിട്ട് നിങ്ങൾ ഹോൺ അടിക്കുക. എതിരെ വാഹനങ്ങളൊന്നും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ മുന്നോട്ടെടുക്കാവൂ. അല്ലാതെ മറ്റൊരു വാഹനം പെട്ടെന്ന് കടന്നു വരുന്നുണ്ട്, ഞാൻ ആ വാഹനത്തിനേക്കാൾ മുന്നിൽ ഞാൻ മറികടക്കും എന്നുള്ള രീതിയിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ വലിയ വലിയ വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ പിറകിൽ പോകുമ്പോഴും നിങ്ങളത് ശ്രദ്ധിക്കണം. കാരണം അവർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ അൺകൺട്രോൾഡ് ആയിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്ത് നിർത്താൻ പറ്റില്ല സ്പീഡ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതും സൂക്ഷിക്കണം. നമുക്ക് ആവശ്യമുള്ള സ്പീഡിൽ മുകളിലുള്ള അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള വാഹനം നിർത്തുമോ ഇല്ലയോ എന്ന് നമ്മൾ സൂക്ഷിച്ചേ പോകാൻ പാടുള്ളൂ. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ നമ്മൾ റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇടുക. അതുപോലെ ബസ്സിൻ്റെ ഫ്രണ്ടിലും നമ്മൾ നോക്കണം, ബ്രേക്കിൽ കാല് വെക്കണം. കാരണം ബസ്സിൽ നിന്ന് ആളിറങ്ങി ചിലപ്പോൾ ഫ്രണ്ടിലൂടെ റോഡ് ക്രോസ് ചെയ്യാനുള്ള ചാൻസ് വളരെ അധികമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, വാഹനം ബ്രേക്കിൽ കാല് വെച്ചതിന് ശേഷം വളരെ പതിയെ മാത്രം നമ്മൾ വാഹനം ഓടിക്കുക. നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മുടെ വാഹനം കൊണ്ട് ഒരാളുടെ ജീവനും ഹാനി വരുത്താൻ പാടില്ല. അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ജീവിതത്തിൽ തന്നെ നമ്മൾ വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലുള്ള ഇപ്പോൾ ഇവിടെ ഒരു വളവുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ പല ആൾക്കാർക്കും പറ്റുന്നൊരു പ്രശ്നമുണ്ട്. നമ്മൾ നെയിം ബോർഡ് തന്നെ നോക്കിക്കൊണ്ട് മാത്രം വാഹനം ഓടിക്കും. നെയിം ബോർഡ് വെച്ചിരിക്കുന്നത് നമ്മൾക്ക് നോക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ ജസ്റ്റ് നമ്മൾ നോക്കുക, ബാക്കിയുള്ള 100% കൺട്രോളും നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് വശത്തോട്ടായിരിക്കണം. ജസ്റ്റ് ഒരു നോട്ടം, അല്ലാതെ നമ്മൾ അത് മാത്രം നോക്കിക്കൊണ്ട് നമ്മൾ സ്റ്റിയറിംഗ് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വാഹനം ഓടിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർക്ക് മറുപടി ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളെ പോലെയുള്ള ആൾക്കാർ തന്നെ നിങ്ങളുടെ ഓപ്പോസിറ്റ് ഡ്രൈവ് ചെയ്ത് വരുന്നുണ്ടാവും. അവരെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നോർമലായിട്ട് പെർഫെക്റ്റായിട്ട് വാഹനം ഓടിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ എതിർവശത്ത് വരുന്നതെങ്കിൽ അവർ ബ്രേക്ക് ചെയ്തോളും, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഭൂരിപക്ഷവും ട്രാഫിക് നിയമം അറിയാത്ത ആൾക്കാർ തന്നെയായിരിക്കും എതിർവശത്തും ഉണ്ടാവുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓരോ ആളും സൂക്ഷിച്ചേ പറ്റുള്ളൂ. നമ്മൾ ഓരോ ആളും സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ ജീവിതത്തിൽ നമ്മൾ വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത്രയ കാര്യങ്ങളാണ് നമ്മൾ പറയാനുള്ളത്. നമുക്കിപ്പോൾ ഫ്രണ്ടിലിപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു വൈറ്റ് ലൈനാണ്. അപ്പോൾ ഇവിടെ ഓവർടേക്ക് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ലൈൻ ഇങ്ങനെ പാർട്ടായിട്ട് വിട്ടിരിക്കുന്നത്. ഏതാണ്ട് ഇവിടെ എത്തുമ്പോൾ ആ ലൈന് കംപ്ലീറ്റ് ജോയിൻ്റ് ആയി എന്ന് പറഞ്ഞാൽ ഇതൊരു വളവാണ്, ഇവിടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞ് ഇതാ വീണ്ടും ഇവിടെ എത്തുമ്പോൾ ഓവർടേക്കിംഗ് ചെയ്യാമെന്നുള്ളൊരു അവസ്ഥ വന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഇതുപോലുള്ള റോഡിലെ നിയമങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ പോകുന്ന പോലെ തന്നെ, വാഹനം പോകുന്ന പോലെ തന്നെ നിങ്ങൾ പരമാവധി നിങ്ങൾ ഇടത് വശം ചേർന്ന് തന്നെ നിങ്ങൾ വാഹനം ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു ലൈനിൻ്റെ അപ്പുറം ഇപ്പുറം നിങ്ങൾ കടക്കാൻ വേണ്ടി പാടില്ല. അല്ലെങ്കിൽ നടുക്ക് വെച്ചുകൊണ്ട് നിങ്ങൾ വാഹനം ഓടിക്കാനും പാടില്ല. കാരണം അത് മറ്റുള്ള വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ. ഇടതുവശം ചേർന്ന് മാത്രമേ നമ്മൾ വാഹനം ഓടിക്കാൻ വേണ്ടി പാടുള്ളൂ. അതുപോലെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഹോൺ അടിച്ചതിന് ശേഷം മാത്രം വാഹനം ഗിയർ ഡൗൺ ചെയ്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുന്നുണ്ട് എന്നുള്ള ഉറപ്പുള്ളതിന് ശേഷം മാത്രം നമ്മൾ ഓടിക്കുക. പല ആൾക്കാർക്കും അതറിയില്ല, എന്തുകൊണ്ടാണെന്നറിയില്ല. അവർക്കൊക്കെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവർക്ക് തിരക്കാണ്. എന്താണ് ആ തിരക്ക്, അല്ലെങ്കിൽ എന്തിനാണ് ആ തിരക്കെന്നുള്ള കാര്യം അവർക്കും അറിയില്ല. അവരുടെ കൂടെ ഇനി ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാമെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കണം കൃത്യമായ രീതിയിൽ.
നിങ്ങൾ വാഹനം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ. ഇപ്പോൾ പല ആൾക്കാർക്കും പറ്റുന്ന ഒരു വലിയൊരു മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിരിക്കുന്ന ആളെ പോലും അപകടത്തിലോട്ട് തള്ളിവിടുന്ന ഒരു സ്വഭാവക്കാരാണ് ഭൂരിപക്ഷ ആൾക്കാരും. ഒരു ആവേശത്തിൻ്റെ പുറത്ത് കാറിലോ ബൈക്കിലോ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കയറി നമ്മൾ പോവും. എന്നാൽ അവൻ ഓടിക്കുന്ന രീതിയിലുള്ള ക്രഷായിട്ടുള്ള ഡ്രൈവിങ് മുഖാന്തരം അപകടം പറ്റിയിട്ടുള്ള പല ആൾക്കാരും ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒറ്റ കാര്യമേ നിങ്ങൾ മനസ്സിലാക്കേണ്ടൂ. നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങളെ കാത്തിരിക്കാൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ വിഷമിപ്പിക്കാൻ ഇരിക്കാനെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റി ഓർക്കുക. അതുപോലെ തന്നെ നിങ്ങളെ സേഫ്റ്റി ഓർത്തില്ല എങ്കിലും റോഡിൽ മറ്റുള്ള ആൾക്കാരുണ്ട്, മറ്റുള്ള ജീവനുണ്ട്. അവരെ പോലുള്ള ആൾക്കാരുടെ മെക്കെട്ട് വാഹനം പാഞ്ഞു കയറുന്നതും നിങ്ങൾ ട്രാഫിക് നിയമം പാലിച്ച് വണ്ടി ഓടിക്കുന്നതിൽ വലിയ പങ്കുണ്ട്. നിങ്ങൾ കൃത്യമായിട്ടാണ് ഒരു ട്രാഫിക് നിയമം ഉപയോഗിച്ച് നിങ്ങൾ വാഹനം ഓടിക്കുന്ന ഒരാൾക്കാർക്കാണെങ്കിൽ വേഗത എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ അപകട സാധ്യത വളരെ കുറവ് തന്നെയാണ്. കാരണം ഒരു കൃത്യമായ രീതിയിൽ ട്രാഫിക് നിയമം പാലിക്കുന്ന ഒരു വ്യക്തി ഒരു പ്രോപ്പർ സ്പീഡിൽ മാത്രമേ വാഹനം ഓടിക്കുകയുള്ളൂ. ഏറ്റവും ടോപ്പ് സ്പീഡിൽ വാഹനം ഓടിക്കുന്ന ആളാണ് പെർഫെക്റ്റ് ഡ്രൈവർ എന്ന് ചിന്തിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. നിങ്ങൾ ചിന്തിച്ച് വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന മണ്ടത്തരാണ്, അല്ലെങ്കിൽ പൊട്ടത്തെറ്റാണ് നിങ്ങൾ പറയുന്നത്. നമ്മളൊരു വാഹനം ഓടിക്കുമ്പോൾ ആ വാഹനം നമുക്ക് നമ്മൾ ബ്രേക്ക് ഫോഴ്സ് ചെയ്തുകൊണ്ട് നമുക്ക് ആ വാഹനം നിർത്താൻ പറ്റും എന്നുള്ളൊരു ഉറപ്പും കൂടെ നമുക്ക് വേണം. നമ്മളെങ്ങനെ പോയാലും വാഹനം നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ നിർക്കാൻ പറ്റണം. ഒരു വാഹനം അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ഒരു നായ ഫ്രണ്ടിൽ വന്നു, അല്ലെങ്കിൽ ഇപ്പം ഇതുപോലുള്ള സാഹചര്യങ്ങളിലാണെങ്കിൽ ഒരാൾ റോഡ് ക്രോസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വന്ന സ്പീഡിൽ ആ വ്യക്തിക്ക് ഇടിക്കാതെ അല്ലെങ്കിൽ മറ്റൊരു വാഹനത്തിന് ഇടിക്കാതെ നമ്മുടെ വാഹനം നമുക്ക് ബ്രേക്ക് ചെയ്ത് നിർത്താൻ പറ്റണം. ആ ഒരു വേഗതയിൽ മാത്രമേ നമ്മൾ പോകാൻ വേണ്ടി പാടുള്ളൂ. അൺകൺട്രോൾഡ് ആയിട്ട് ഒരുപാട് വേഗത കൂട്ടി പോയി കഴിഞ്ഞാൽ വാഹനം ചവിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ പല ആൾക്കാർക്കും ഒരു ധാരണയുണ്ട് എൻ്റെ കാറിന് പവർ ബ്രേക്കാണ്, ഒരു കുഴപ്പമില്ല, ഞാൻ മാക്സിമം സ്പീഡ് പോയി ചവിട്ടിയെടുത്ത് പരിസരത്ത് എൻ്റെ വാഹനം നിൽക്കുമെന്നുള്ള കാര്യങ്ങൾ പൊങ്ങച്ചമായിട്ട് ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്. അതൊന്നും നമുക്ക് റിയൽ ലൈഫിൽ നടക്കൂല. അത് സിനിമയിൽ നടക്കും, പക്ഷേ റിയൽ ലൈഫിൽ ഒരിക്കലും നടക്കില്ല. നിങ്ങൾ മാക്സിമം സ്പീഡിൽ പോയിട്ട് എത്ര പവറുള്ള ബ്രേക്ക് ആണെങ്കിലും നിങ്ങൾ ആ ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ വീല് 4 ലോക്കാവും. അപ്പോൾ എന്താ സംഭവിക്കുക? വാഹനം നിരങ്ങിപ്പോയി, അതായത് വാഹനം പൊതുനിരപ്പിൽ നിരങ്ങിക്കൊണ്ട് മറ്റുള്ള വാഹനത്തിന് ഇടിക്കാനുള്ള കാരണമാകും. ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ. ഇപ്പോൾ കാറൊക്കെ ഡ്രിഫ്റ്റ് ചെയ്ത് പോയിട്ട് പല വാഹനങ്ങൾക്കും ഇടിക്കുന്നതായിട്ട് നിങ്ങൾ പല സാഹചര്യങ്ങളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ വേഗത എന്ന് പറയുന്ന സംഭവം ഒരു വലിയൊരു ഘടകം തന്നെയാണ്. വേഗത കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സത്യം പറഞ്ഞാൽ നമ്മളെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ട്രാഫിക് നിയമത്തിലുള്ള ഭൂരിപക്ഷം ആക്സിഡൻറ്റുകളിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. വേഗത കൺട്രോൾ ആയാൽ തന്നെ ആക്സിഡൻറ്റുകൾ പരമാവധി കുറയും. പക്ഷേ ആരും തന്നെ കൺട്രോൾ ചെയ്യാൻ തയ്യാറല്ല. എല്ലാവരും പറയുന്ന ഒരു വലിയൊരു ന്യായം എന്ന് വെച്ചാൽ വാഹനത്തിന് ഇത്രയും സ്പീഡുണ്ടല്ലോ, അല്ലെങ്കിൽ 120 സ്പീഡുണ്ടല്ലോ, എൻ്റെ വാഹനം, എൻ്റെ കാറ് 1000 സംതിങ് CC ഉള്ള കാറാണ്, അല്ലെങ്കിൽ എൻ്റെ കാറ് 3000 CC ആണ്, പിന്നെ എന്തിന് കമ്പനി അത് കൊടുത്തു എന്നുള്ള മോശമായിട്ടുള്ള ന്യായങ്ങളാണ് ആൾ പറയുക. അതായത് നമ്മുടെ സ്വന്തം അല്ലെങ്കിൽ നമ്മുടെ ജീവന് ഒരു സേഫ്റ്റിയും ഇല്ലാത്ത രീതിയിലുള്ള സംസാരഗതിയാണ് അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. അവർ പറയുന്നത് കാറ് കമ്പനിയെയും അല്ലെങ്കിൽ ആ വാഹനം നിർമ്മിച്ച നിർമ്മാതാക്കളെയാണ് അവർ കുറ്റം പറയുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കണം, നിങ്ങളുടെ ജീവിതത്തിന് ഒരു വിലയുമില്ലേ റോഡിൽ? അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളിപ്പം കാറായിക്കോട്ടെ ബൈക്കായിക്കോട്ടെ, നമ്മൾ വാഹനം ഓടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറക്കക്ഷീണം അല്ലെങ്കിൽ നമുക്കൊരല്പം വെള്ളം കുടിക്കണം എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ലേഖടിപ്പിക്കാൻ പാടില്ല. ഒരു കാരണവശാലും നമ്മൾ ലേഖടിപ്പിക്കാൻ പാടില്ല. നമുക്കിപ്പോൾ ഉറങ്ങണമെന്ന് അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ റോഡിൻ്റെ ഏതെങ്കിലും മറ്റുള്ള വാഹനത്തിന് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ വാഹനം കൃത്യമായിട്ട് പാർക്ക് ചെയ്തിട്ട് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾ റെസ്റ്റ് എടുക്കുക. ഉറങ്ങാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഉറങ്ങുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ ഈ ഉറങ്ങുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ പല ആൾക്കാരും ചെയ്യുന്നത് വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുകൊണ്ട് AC ഇട്ടുകൊണ്ട് ഉറങ്ങും. അത്തരത്തിലുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഉറങ്ങുന്ന സമയത്ത് AC ഇട്ടുകൊണ്ട് ഉറങ്ങുന്നത് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം AC ആണ്, അതിൻ്റെ പലതരത്തിലുള്ള വാതകങ്ങളും ചിലപ്പോൾ വാഹനം സ്റ്റോപ്പ്ഡ് ആണെങ്കിൽ കയറി വരാൻ ചാൻസ് ഉണ്ട്. അത് നമ്മുടെ ശ്വസന പ്രക്രിയയൊക്കെ സാരമായിട്ട് തന്നെ ബാധിക്കും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വാഹനം നിങ്ങൾ എന്താ ചെയ്യുക,
പറ്റുകയാണെങ്കിൽ ഇപ്പോൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ട്, വാഹനം സ്റ്റാർട്ടാക്കാണ്ട് നമ്മൾ ചാവി ഓൺ ചെയ്തുകൊണ്ട് നമ്മൾ AC ഇടാറുണ്ട്. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അത്തരത്തിലാണ് നിങ്ങൾ ഉറങ്ങിപ്പോയതെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വാഹനം സ്റ്റാർട്ടാവാതെയും വരും. കാരണം ബാറ്ററി നന്നായിട്ട് ഇറങ്ങിപ്പോകേണ്ട ഒരവസ്ഥ വരും. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമുള്ള സ്ഥലമാണെങ്കിൽ, നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ നിങ്ങൾ വിൻഡോ താത്തിടുക. വിൻഡോ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് താത്തിടാൻ പറ്റും. ഇനിയിപ്പോൾ മറ്റുള്ള സാഹചര്യങ്ങളിൽ വിൻഡോ താത്ത് ഇടാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നിങ്ങൾ വിൻഡോ താക്കാതെ തന്നെ നിങ്ങൾ വിശ്രമിക്കുക. അല്ലാതെ വേറെ ഓപ്ഷനില്ല. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ചെറിയ ചെറിയ ഫാനുകൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ പവർ ബാങ്കിലൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ഫാനുകളുണ്ട്. അത്യാവശ്യം കുറച്ച് സമയം റെസ്റ്റിന് മാത്രം. ഇപ്പോൾ പല സാഹചര്യങ്ങളിലും ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കാരണം വണ്ടിയുടെ ബാറ്ററി ഹെൽത്തിനെ ബാധിക്കാത്ത രീതിയിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ പവർ ബാങ്കിലൊക്കെ സൂട്ട് ചെയ്ത് നമുക്ക് കുറച്ച് സമയം ആ ഫാന് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി പറ്റും. മിനി ഫാനുകൾ പല റേറ്റിൽ നമുക്ക് ആമസോൺ പോലുള്ള വെബ്സൈറ്റുകളിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ വാങ്ങി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാറിൻ്റെ ബാറ്ററി ഹെൽത്ത് കുറക്കാതെ തന്നെ നിങ്ങൾക്ക് കുറച്ച് സമയം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിലൂടെ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റും. എന്നാൽ പോലും അത്രയും പ്രധാനപ്പെട്ട പറയുന്നൊരു കാര്യം, നിങ്ങൾ റെസ്റ്റ് എടുക്കാതെ ഒരിക്കലും വാഹനം ഓടിക്കരുത്. അല്ലെങ്കിൽ രാത്രി നിങ്ങൾക്ക് ഉറങ്ങി, അതുകൊണ്ട് ആ ഉറക്കത്തിൻ്റെ കാര്യം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാതെ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ ഒരു നിലപാട് നിങ്ങൾക്ക് വേണം. ഡ്രൈവിങ്ങിൽ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിർത്താനും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരുപാട് ദൂരം വാഹനം ഓടിച്ചിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്കിപ്പോൾ ഒരല്പസമയം നമ്മൾ റോഡിൻ്റെ സൈഡ് നമ്മൾ നിർത്തി ഒന്ന് വാഹനത്തിൽ നിന്ന് സീറ്റ് ബെൽറ്റൊക്കെ അയച്ച് നമ്മൾ ഇറങ്ങി നമുക്കൊന്ന് ഫ്രഷ് ആവാം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതൊക്കെ സ്മൂത്തായിട്ടുള്ള ഡ്രൈവിങ്ങിനെ സഹായിക്കും. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് സ്മൂത്തായിട്ട് ഡ്രൈവിങ് ചെയ്യാൻ, ആ സ്മൂത്ത് ഡ്രൈവിങ്ങിനെ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ അത്യാവശ്യം നമുക്ക് വെള്ളം കുടിക്കണമെങ്കിൽ നമ്മൾ കൃത്യമായ രീതിയിൽ വെള്ളം കുടിക്കുക. നമുക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുക്കുക. ഇനി വാഹനത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇറങ്ങി ഒന്ന് പരിസരത്തൊക്കെ ജസ്റ്റ് ഒന്ന് നടന്ന് കൈയും കാലൊക്കെ കുടഞ്ഞ് ഒന്ന് റിലാക്സ് ആവുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം നിങ്ങൾക്ക് എത്ര ദൂരം വേണമെങ്കിലും വാഹനം ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ റെസ്റ്റ് എടുക്കേണ്ടതും ഒരു മിതമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. കാരണം ഒരുപാട് ദൂരം നമ്മൾ വളരെ ക്രഷായിട്ട് ഓടിച്ചുകൊണ്ട് നമ്മൾ റെസ്റ്റ് എടുക്കാനുള്ള ഇടയാക്കരുത്. നമുക്ക് ക്ഷീണം തോന്നുമ്പോഴൊക്കെ നമ്മൾ സൈഡാക്കുക. പറ്റുവാണെങ്കിൽ അത്യാവശ്യം നമ്മൾ വെള്ളം കുടിക്കുക. അത്തരത്തിലുള്ളൊരു പ്രവണതയായിരിക്കണം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത്. ഓവറായിട്ട് അങ്ങനെ ഒരുപാട് ഡ്രൈവ് ചെയ്തതിന് ശേഷം ചെയ്യാതെ നമുക്ക് ക്ഷീണം വരുമ്പോഴൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. പതിയെ നിർത്തിക്കൊണ്ട് നമ്മൾ വലിയൊരു ദൂരമാണെങ്കിൽ തന്നെ ആ ഒരു ദൂരം നിന്നുള്ളൊരു ടാർഗറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ഒരിക്കലും നമ്മളിപ്പോൾ സത്യം പറയാം, പല ആൾക്കാർ ചെയ്യുന്നൊരു വലിയൊരു തെറ്റുണ്ട്. ഇപ്പം കണ്ണൂർ ടു കൊച്ചി വരെയൊക്കെ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊച്ചിയിലേ അവർ നിർത്തുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അത്തരത്തിലുള്ള പ്രവണത ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിനാണ്. രണ്ടാമത്തെ പക്ഷം നിങ്ങൾ ഓടിക്കുന്ന നിങ്ങളുടെ വാഹനത്തിന്. അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഇത്രയും ദൂരം നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യത. അതോടൊപ്പം നിങ്ങളുടെ വാഹനത്തിനും. നമ്മൾ കൃത്യമായി റെസ്റ്റ് എടുത്ത് പോകുന്നതാണെങ്കിൽ ആ ഒരു സമയത്ത് നമ്മുടെ ശരീരം ഒന്ന് റിലാക്സ് ആവുകയും ചെയ്യും. നമ്മുടെ ഉറക്കം പോലുള്ള കാര്യങ്ങൾ പോയി കിട്ടും. രണ്ടാമത്തത് നിങ്ങളുടെ വാഹനത്തിനും കുറച്ച് സമയം റെസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക. പെർഫെക്റ്റായിട്ട് ഡ്രൈവ് ചെയ്യുക. ക്രഷ് ചെയ്ത് നമ്മൾ ഡ്രൈവ് ചെയ്യരുത്. അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് ഇത്ര സമയം എന്ന് വിചാരിച്ച് ആ ഷോ തീർന്നു പോകും. ഇപ്പോൾ 10 മണിക്കാണ് ആ ഷോ എങ്കിൽ നമ്മൾ നേരത്തെ ഇറങ്ങുക എന്നുള്ളതേ ലക്ഷ്യമുള്ളൂ. അല്ലെങ്കിൽ ആ ഷോ തീർന്നോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ ക്രഷ് കൊടുത്ത് വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കുന്ന പരിപാടി ഒരിക്കലും ആരും ചെയ്യരുത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഞാൻ പറഞ്ഞ ട്രാഫിക് നിയമങ്ങളെല്ലാം എല്ലാവരും ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഉപകാരം നിങ്ങൾക്ക് അതുകൊണ്ടുണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ഇപ്പോൾ ഇവിടെ വെച്ച് ഈ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വാഹനം ഉപയോഗിക്കുന്ന എല്ലാവരിലേക്കും മാക്സിമം ഇത്തരത്തിലുള്ള അറിവ് നിങ്ങൾ പകർന്നു കൊടുക്കുക കേട്ടോ. ബൈ.